ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ ഒരു 6 മണിക്കൊക്കെ നീറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് BP കുറഞ്ഞ് തല ചുറ്റണ പോലെ തോന്നുന്നു. പിന്നെ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് അമ്പലത്തിൽ പോകണം. ഇന്ന് ഒരു വിശേഷ സംഭവം ഉണ്ട് നമ്മുടെ ലൈഫിൽ. കുഞ്ഞതാണ്, പക്ഷേ എനിക്കത് വലുതാണ് കേട്ടോ. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഭഗവാനെ പോയി കാണുമല്ലോ. നല്ലതാണ്. ഇപ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ അമ്പലത്തിലേക്ക് ഓടുക, നല്ല ഉണ്ടാകുമ്പോഴും ഓടണമല്ലോ. അപ്പോൾ പൂജിട്ട് അവിടെ കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും വെള്ളത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് രാവിലെ വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാം. അപ്പോൾ വിശേഷം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീറ്റിട്ട് കുളിച്ചിട്ട് ബാക്കി പരിപാടി നോക്കട്ടെ. അമ്പലത്തിൽ പോയി തൊഴണം. അങ്ങനെ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കൂടെ എല്ലാവർക്കും സ്വാഗതം. വേഗം കുളിച്ച് മാറ്റിയിട്ടോ, എന്താ വെച്ചാൽ സമയമില്ല, നല്ലോണം നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും കൂടെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഉള്ള സമയം കൂടെ പോയി കിട്ടും. ഇനിയിപ്പോൾ പൂച്ചിട്ടും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ വേഗമൊക്കെ എടുക്കട്ടെ, നല്ല നേരം വൈകി. പിന്നെ ഇങ്ങോട്ട് കിടന്നുറങ്ങിയാൽ സമയം കഴിയുന്നു പോയി. വേഗം ഇവിടെ ഉണ്ടാവും. പോവാ പൂച്ചിട്ടേ. അപ്പം ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. പോവാം. ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം. നടന്നാലാണ് ഒരു മടി കിട്ടുള്ളൂ. ഇതാണ് അടുത്ത സീൻ. ഒരു 10-15 മിനിറ്റ് അങ്ങനെ പോവും. പക്ഷെ വെയിലില്ല. വെയിലാവണു. കുട എടുക്കാൻ പോന്നാ നല്ല വെയിലായിരിക്കും, തലവേദന ഇളകും. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം കേട്ടോ. ഇറങ്ങടാ. ഇല്ല, എടുക്കാം, ഇറങ്ങ്. അങ്ങനെ നമ്മൾ വേഗം ധൃതി പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കഴിയുമ്പോഴേക്കും നല്ല വെയിലുണ്ടാവും. എനിക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു തലവേദന എടുക്കും. ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ വേണ്ടി കുറച്ചധികം പാടാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നമുക്ക് പുറത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഫോണെ കൊണ്ട് നമ്മൾ ഈ കണ്ണും മുഖമൊക്കെ ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ തലവേദന എടുത്തു കഴിഞ്ഞാൽ കണ്ണൊക്കെ കുഞ്ഞതായി പോകും. നമ്മുടെ മുഖത്ത് തന്നെ അറിയാം ആ വയ്യായിക. അപ്പോൾ അതുകൊണ്ട് കുട എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്ര വെയിലാണെങ്കിൽ കുട ചൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുള്ളൂ, ഈ തലവേദന പേടിച്ചിട്ടാണേ. അപ്പോൾ ഇപ്പോൾ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചാടിത്തുള്ളി ചടപടേന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് ഞങ്ങൾ പൂട്ടാറുണ്ട്, പുറത്ത് പോകുമ്പോഴായിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ, പേടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഗേറ്റൊക്കെ പൂട്ടി സേഫായിട്ടാണ് ഇരിക്കാറ്. പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ നമ്മൾ ലോക്കൊക്കെ തുറന്ന് അതൊരു ചടങ്ങാണ്. അപ്പം നമുക്ക് തോന്നും വേണ്ടായിരുന്നില്ല, പൂട്ടണ്ടായിരുന്നില്ല എന്നൊക്കെ. പിന്നെ നമ്മുടെ പാടതാ കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണമെന്ന് അറിയാം. ഇത് എപ്പോഴും ഞാൻ കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് കാണുന്നത് നല്ല ഇഷ്ടമാണെന്ന് പറയുന്നത്. ചേച്ചി പാടത്ത് കൂടെ നടക്കുന്ന വീഡിയോ അങ്ങനെയൊക്കെ വന്നിട്ട് കുട്ടികൾ സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാടം എങ്ങനെ മിസ് ചെയ്യാൻ തോന്നാറില്ല വീഡിയോ എടുക്കും. പിന്നെ ഷടേതന് നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. വൈക്കത്തൂരപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടെ വൈക്കത്തൂർ അമ്പലത്തിലേക്കാണ്, ശിവൻ്റെ അമ്പലത്തിലേക്കാണ്. വേഗം അവിടെ ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ പൂജ നമ്മൾ വഴിപാടാക്കിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതിട്ട് പോരാമെന്ന് വിചാരിച്ചു. അമ്പലക്കുളത്തിൽ ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അമ്പലക്കുളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് നോക്കൂ. നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുണ്ടോ? ആ ആൽത്തറയുടെ അല്ലെങ്കിൽ അമ്പലക്കുളത്തിൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് അതിനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യും കാലൊക്കെ കഴുകി വേഗം നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇവിടെ വന്ന് തോന്നുന്നുള്ളത് എനിക്ക് വലിയ നിർബന്ധമുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം നമുക്ക് ആ ഒരു സമയത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം നമ്മളെല്ലാവരോടും സന്തോഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ മാത്രമല്ലല്ലോ ഓടിപ്പോയിട്ട് പറയാം. നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷമുള്ള കാര്യം ഉണ്ടെങ്കിൽ ഓടിപ്പോയി പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സന്തോഷവും ഒക്കെ ഞാൻ അവിടെ ഭഗവാനോട് പറഞ്ഞ് നന്ദിയും പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം തൊഴുത് നമ്മൾ ഭഗവാനൊക്കെ തൊഴുത് ഇറങ്ങി. മുരുകൻ്റെ അമ്പലമുണ്ട് പുറത്ത്, അപ്പോൾ അവിടെയും എല്ലായിടവും തൊഴുതിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രസാദമൊക്കെ കിട്ടിയത്, പ്രസാദമൊക്കെ തൊട്ടു. നല്ല രസമാണ് ഈ ഒരു ടോപ്പിൻ്റെ കളർ ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് ഇതിനേക്കാൾ ഇത്തിരി കൂടി ഡാർക്കാണ് കേട്ടോ. വീഡിയോയിൽ ഇത്തിരി ലൈറ്റായിട്ട് തോന്നും, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ടോപ്പാണ്. നമ്മൾ ഇന്ന് ഗ്രാൻഡിൽ നിന്ന് എടുത്തതായിരുന്നേ. അപ്പോൾ അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്പലത്തിലേക്ക് ഇടാൻ ഇങ്ങനത്തെ 2-3-4 ചുരിദാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. ബാക്കി ഈ പാൻറ്റ് ഇതൊന്നും നമുക്ക് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടായിരുന്നു, അവിടെ നിന്നിട്ട് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശക്കണുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താക്കിച്ചാൽ പോരുന്ന വഴിക്കിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കൂണും അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി. ഇനിയിപ്പോൾ ഇറച്ചി മീനൊന്നും ഇനിയിപ്പോൾ ഇന്ന് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം കൂൺ ഫ്രൈ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂൺ റോസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ വേറെ എന്തോ ഞാൻ വൻപയറോ അങ്ങനെ എന്തോ 2 സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ കടയിൽ സർവീസ് വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതൊന്നും ചോദിക്കാനോ അങ്ങനെയൊന്നും നമ്മൾ പോയെടുത്തു.
നമുക്ക് ഇഷ്ടം വേണമെങ്കിൽ എടുത്തോട്ടെ എന്നുള്ളൊരു അങ്ങനെ എന്തോ ഒരു സുഖം തോന്നിയില്ല. നമ്മൾ എല്ലാ കടയിലും പോണ പോലെ ആയിരുന്നല്ലേ. പിന്നെ ഞാൻ ഒട്ടുമിക്കതും വാങ്ങാൻ നിന്നില്ല. ആവശ്യമുള്ളത് മാത്രം 2 എടുത്തിട്ട് നമ്മൾ വേഗം വീട്ടിൽ വന്നു. ഇനി നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ വഴിയിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്, അറിയാത്ത ആൾക്കാരാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. ഇപ്പം അപ്പുറത്തെ വഴി കാണിച്ചു കൊടുക്കണം, അങ്ങോട്ട് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നടക്കുക ചെയ്തു അവിടെ നിന്ന്. ഇങ്ങോട്ട് ഇത്രയേ ഉള്ളൂ. എന്നാലും അറിയണവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. അറിയാത്തവരോട് പിന്നെ ഇപ്പോൾ ആ വഴിയൊന്ന് പറയണം. പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് പ്രയാസമാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ വേഗം അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലെത്തി. ഇനി വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് എന്താക്കണം, ഉച്ചയാകുമ്പോഴത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും വേഗം ശരിയാക്കണം കേട്ടോ. അപ്പോൾ വേഗം ഡോറൊക്കെ നടക്കട്ടെ, അല്ലെങ്കിൽ അത് മറന്നു പോകും. അമ്പലത്തിൽ പോയി വന്നു. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ചായക്ക് ഇനിയിപ്പോൾ ദോശ ഉണ്ട്. 2 ദിവസമായിട്ട് ദോശ ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടമില്ല ചായ ഉണ്ടാക്കി കുടിക്കണം. ഫോണിൽ ചാർജില്ല, ഞാനത് കുത്തിവയ്ക്കട്ടെ. എന്നിട്ട് നമ്മളിനി ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനെ ഞാൻ കാണിക്കുള്ളൂ. ചാർജ് ആവട്ടെ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ വേഗം ഒന്ന് എന്തെങ്കിലും ചായയും കടി ഉണ്ടാക്കി കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കണം. ഒട്ടും ഇന്നലെ രാത്രി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ടും ഉണ്ടായില്ല. പിന്നെ ഞാൻ സ്വിച്ച് ആക്കിയിട്ട് ചാർജ് കുത്തിയിട്ട് സ്വിച്ച് ഇടാനും മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാർജ് ഒട്ടുമില്ല, കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി പുറത്തിറങ്ങുമ്പോൾ ചാർജ് വേണം ഫോണിൽ, അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം വേഗം കുത്തി വയ്ക്കട്ടെ. എന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഫോണിൽ ചാർജ് ഇല്ലാത്തത് വലിയൊരു കഷ്ടപ്പാടാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ചാർജ് ഉണ്ടാവില്ല. പിന്നെ അത് ചാർജിലിട്ടിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയവും പോവും. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വേഗം ഡ്രസ്സ് മാറിയിട്ട് ചാർജ് ആയപ്പോൾ വേഗം അരി നമുക്ക് അങ്ങോട്ട് കുക്കറിലിടാം. ഉച്ചയ്ക്കുള്ള ഇത് മാത്രമേ വയ്ക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്കും അത് കേടായി പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചാകുമ്പോഴത്തേക്കുള്ളത് മാത്രം ഒരു 1.5 ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ. അത് നല്ലോണം ഒന്ന് കഴുകുകയാണ് കേട്ടോ. റേഷൻ അരിയാണ്, നല്ല അരിയാണ് കേട്ടോ. നമുക്കിവിടെ റേഷൻ അരിയാണ് എല്ലാവർക്കും ഇഷ്ടം. മറ്റേ കുറുവരി, ഉണ്ടരി അത് ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ അത് കാരണം നമ്മൾ റേഷൻ അരി തന്നെ. ഈ റേഷൻ അരി ഒരു മാസം നമുക്ക് കറക്റ്റായിട്ട് എത്തും. ബാക്കി ഉണ്ടാവും കേട്ടോ പിറ്റത്തെ മാസത്തേക്കാണെങ്കിൽ. അപ്പോൾ പിന്നെ അരിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ 2-3 ആളല്ലേ ഉള്ളൂ. മിക്ക ദിവസവും ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. എന്ന് വെച്ചാൽ പിള്ളേരില്ലാത്ത ദിവസം ഞാൻ ഈ പലഹാരം വെച്ചിട്ട് രാവിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് തട്ടിക്കൂട്ടും. പിന്നെ വൈകുന്നേരം പിള്ളേർ വരുമ്പോഴാണ്. എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അരിയുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. ഈ കുക്കറിൽ ചിലപ്പോൾ ഒരു പണി കിട്ടും. ഇത് എപ്പോഴും കാണാൻ ഇടയ്ക്കിടയ്ക്ക് ലൂസായോണ്ടിരിക്കും. അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണത് വെക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്രഷർ വരാൻ സമയം വൈകുമെന്നൊക്കെ. അപ്പോൾ അത് അങ്ങോട്ട് വെച്ചു. ചോറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അതിൻ്റെ ഭാഗത്തേക്ക് നോക്കണ്ട കേട്ടോ. വിസിൽ കഴിഞ്ഞ് വിസിൽ വന്ന് കഴിഞ്ഞ് ഓഫ് ചെയ്താൽ ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഊറ്റി കഴിഞ്ഞാൽ വേഗം. അല്ലെങ്കിൽ ചില അരിയാണെങ്കിൽ 10 മിനിറ്റ്. അങ്ങനെ ഓരോ അരിക്കും ഓരോരോ ഇതാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് ഊറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ചോറ് കിട്ടിക്കൊള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു നമ്മുടെ ഇതില്ലേ കൂണ്, അത് കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ അരിഞ്ഞ് പെറുക്കി അങ്ങോട്ട് മാറ്റി വെച്ചോ. അതിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി ആ കാര്യങ്ങളൊക്കെ ഞാൻ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ആ ഒരു റോസ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂൺ റോസ്റ്റ് മതി ചോറിടാൻ വേണ്ടിയിട്ട്. പപ്പടം കാച്ചിയതും കൂൺ റോസ്റ്റും നല്ല കോമ്പിനേഷനാണ്. വേണമെങ്കിൽ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് കൂൺ റോസ്റ്റ് മാത്രമേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണുള്ളൂ കേട്ടോ. അപ്പോൾ സവാളയും കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഉച്ചമ്പത്തെ പോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ആകെ ഒരു ഫോണും ഉണ്ട്, നമ്മളും ഉണ്ട്. എല്ലാവരും പറയാറുണ്ട് ചേച്ചി ഐഫോൺ എടുക്കുമെന്നുള്ളത്. എനിക്ക് എടുക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, നമുക്ക് എന്താ പറയുക, അതിനൊരു പാങ്ങ് കിട്ടണമല്ലോ. എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ അതേപോലെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഐഫോൺ എടുത്തിട്ടാണ് ഞാൻ പോവുക കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ പേയ്മെൻറ്റ് തന്നിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊരു ക്ലാരിറ്റിയോട് കൂടെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ അവരൊക്കെ സഹായിക്കണെ കൊണ്ട് എനിക്ക് അങ്ങനെ അവരുടെ ഫോണൊക്കെ വാങ്ങിയിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്വന്തമായിട്ട് ഒരു ഫോൺ മേടിക്കണം നല്ല ആഗ്രഹമുണ്ട്. ദൈവം തമ്പുരാൻ സഹായിച്ചിട്ട് പെട്ടെന്നാവുകയാണെങ്കിൽ ആവട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വ്യൂസിനും റീച്ചിനൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അതൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. എപ്പോഴാണ് നടക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള എല്ലാം അരിയല്ല തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ ആ ചപ്പ് അങ്ങോട്ട് പുറത്ത് കൊണ്ടുപോയി. ഒരു തക്കാളി കേടായിട്ട് 2 പച്ചമുളകൊക്കെ വീട്ടിലെത്തി ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണാവും ഈ പച്ചക്കറി പൊട്ടയാവണം. കടയിലൊക്കെ അങ്ങനെ ഫ്രഷോട് കൂടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഒരു പൂച്ച, നമ്മുടെ കുഞ്ഞു പൂച്ചക്കുട്ടി ഇല്ലാതെ എന്തോ ഒരു ജന്തുവിനെ കടിച്ച് തിന്നണത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ അത് പൂച്ചിട്ട് അതിനെ ആട്ടി വിട്ടിട്ടുണ്ട് അവിടെ നിന്ന്. അല്ലെങ്കിൽ ആ ചത്ത സ്മെല്ല് ഇവിടെ കിടക്കും അവരവിടെ ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ആട്ടി വിട്ടു, അവിടെ നിന്നൊക്കെ ഒന്ന് ഓടിച്ച് വിട്ടു. അങ്ങോട്ട് എങ്ങനെയെങ്കിലും പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിത് ആ സവാളയും കാര്യങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ഈ ചോപ്പർ ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഈ ഒരു സാധനം കിട്ടിയത്. ഇങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല, മറ്റേനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സവാളയൊക്കെ ഒന്ന് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കി കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ അമക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുനുകുനായിട്ട് അരിഞ്ഞ് കിട്ടിക്കൊള്ളൂ കേട്ടോ. ആ വലിക്കുന്നേക്കാട്ടിൽ ഇത്തിരിയും കൂടി ഈസിയാണിത്. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കിയിട്ട് വാങ്ങിക്കോളൂ കേട്ടോ.
അപ്പോൾ അല്ലെങ്കിൽ അതിനകത്തും കൊടുക്കാം ലിങ്ക്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ സവാള അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടെ തന്നെ ഒറ്റ ട്രിപ്പിൽ ഞാൻ ഇതിൽ തന്നെ അരിഞ്ഞെടുക്കും. ഒരുമിച്ച് അങ്ങോട്ട് വഴട്ടാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി ഇതിൽ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ വേവാം ഇങ്ങനെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എളുപ്പമാണല്ലോ. പിന്നെ കറിക്ക് ഒരു കുറുക്കും കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് പെറുക്കലിൻ്റെ തത്രപ്പാടിലാണ് ഞാൻ. ഇതാണ്ട് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് അങ്ങോട്ട് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സമയം പോണോടത്തോളം നമുക്കൊരു ബേജാറ്. അല്ലെങ്കിൽ ഇവന് വിശക്കുമ്പോൾ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിട്ടില്ലെങ്കിൽ അതൊരു ഇതല്ലേ. പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നേരത്തെ കഴിയണം. അതുപോലെ എവിടേക്കെങ്കിലും നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്കാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് മുന്നേ നേരത്തെ എത്തണം. അല്ലെങ്കിൽ ഒരു എന്തോ ഒരു വെപ്രാളാണ് അവിടെ എത്തില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പെട്ടെന്ന് ഇറങ്ങണം എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്പീഡിൽ ചെയ്തത്. പിന്നെ അരിയിലും മുറുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒന്ന് വേഗം ക്ലീൻ ആക്കി ഇനി വേഗം നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ചോറ് ഇതാ ഇപ്പം വിസിൽ വന്നോളും, വേഗം ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് കൂണ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ടെന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഞാൻ മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് അതിനകത്ത് മല്ലിച്ചപ്പ്. ചിലവർക്ക് ഇഷ്ടാവില്ല, ഇവിടെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ കൈപ്പാട്ടിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്, പൊടികളായിക്കോട്ടെ എല്ലാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ ഗ്രാമ്പൂ പട്ട ഇലക്കി ഇടണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ ഇതിലേക്ക് വലിയൊരു സുഖം തോന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊട്ടിച്ചിട്ട് നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോപ്പ് ചെയ്തതാണ്. വേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ വരെ അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അതൊന്നൊരു ഒരു ബ്രൗൺ കളർ ആവണ സമയത്ത് നമ്മുടെ തക്കാളിയിൽ ഈ ഒരു സ്റ്റേജ് ആവണം കേട്ടോ, ഉള്ളി മൂക്കണത്. എന്നിട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിലവർ ചിക്കൻ മസാലപ്പൊടി ഇടും, ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്, കുരുമുളക് പൊടി, ഇതെല്ലാം ഇത്രയും പൊടികളും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു കൂണില്ലേ അത് നല്ലോണം കഴുകി ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയിൽ ഒരുപാട് നേരം ഞാൻ ഇട്ട് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തിട്ട്, ചിലവർക്ക് ഇത് അലർജി ഉണ്ടാവും എന്നൊക്കെ പറയണേക്കാം. നമ്മളിവിടെ കഴിച്ച് ശീലമുള്ളതാണ്, അതുകൊണ്ട് ഇതുവരെ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഞാൻ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എന്നിട്ട് കൂണും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമാവും ഇത്രയും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അത് വേവാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഗ്രേവി പോലെ കിട്ടണമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് വെന്തതിന് ശേഷം നമുക്കൊന്നും കൂടെ നോക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം, ചൂടുവെള്ളമാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വേറെ അടുപ്പ് ഒഴിവില്ല. അപ്പോൾ അത് കാരണം ഒഴിവില്ലല്ല മട്ടിയായി. അപ്പോൾ പിന്നെ അത് കാരണം വെള്ളം ചേർത്ത് കൊടുത്തു. ഇത്തിരിയും കൂടെ ഉപ്പിട്ടിട്ട് അടച്ചങ്ങോട്ട് വെച്ച് ഇനി അത് വേവട്ടെ. കൂടെ വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് അടച്ചൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കിനി ഇരിക്കുന്ന പാത്രങ്ങളില്ലേ അത് കയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കാം. നമ്മുടെ റിംഗ് ലൈറ്റ് കുറേ ദിവസമായി ചത്ത് കിടക്കണു, അതൊന്നും മാറ്റണം. ഇതിനുള്ളിൽ വെട്ടം വെളിച്ചൊന്നുമില്ല. ചില സമയങ്ങളിൽ എൻ്റെ ഫോണിന് തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല, അപ്പോൾ ഈ പ്രാന്ത് പിടിക്കും. അപ്പോൾ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും കൂടെ ഒക്കെ ഒരു വെട്ടം വെളിച്ചൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ക്ലാരിറ്റി പോലെ തോന്നാറുണ്ട്. ഇനി ഓരോരോ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഓരോ ബഡ്ജറ്റ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഓരോരോ സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഫോണല്ല പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്നങ്ങോട്ട് എന്താ പറയുക, വാഷ് ബേസൊക്കെ ഒന്ന് കഴുകി നമ്മുടെ പാത്രങ്ങൾ അതാ മൂറി വെച്ചതൊക്കെ അതാത് സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചു. ഇനി ഒരുപാട് ഇങ്ങനെ പാത്രങ്ങൾ പൊനഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. പിന്നെ അത് നമ്മുടെ ചോറായിട്ടുണ്ട്, ചൂട് ചോറും ഇതാ കൂണ് കറിയായി. കൂണ് മസാല നല്ല റോസ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൽ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടായിരുന്നു, അതിൻ്റെ ക്ലിപ്പിൻ്റെ ഒന്ന് മിസ്സായി തോന്നണു, അത് ഇനി എടുക്കാൻ വിട്ട് പോയതാന്ന് അറിഞ്ഞൂടാ. ഉപ്പിലിട്ടൊരു കണ്ണിമാങ്ങി ഇതും ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇങ്ങോട്ട് കഴിക്കാം. നമുക്ക് ചൂടോടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ. പിള്ളേർക്ക് ഇപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു, അപ്പോൾ അതാണ് ഞാൻ ആദ്യം കഴിച്ചത്. എൻ്റെ കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഈ കൂൺ റോസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പണ്ടൊക്കെ ഇവിടെ പാടത്തുനിന്നില്ലേ ഷാജേട്ടൻ രാവിലെ പോയിട്ട് ഒരൊറ്റ ബക്കറ്റൊക്കെ കൊണ്ടുവരും ഇടിമഴയൊക്കെയുള്ള സമയത്ത്. അയ്യോ, എന്നിട്ട് അത് വെച്ച് കഴിച്ചിട്ട് നമുക്ക് കഴിച്ചാലും തീരില്ല. നമ്മൾ എന്നിട്ട് അമ്മയ്ക്കും ഒക്കെ കൊടുത്ത് അയക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അത് കിട്ടാറില്ല, ഷാജേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരഞ്ഞ് നടക്കാറുമില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താക്കി വെച്ചാൽ മുഖം ഒന്ന് നല്ലോണം ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി വെച്ചാൽ രാവിലെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ല. ഇനി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. എന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് വേണം പോയി മേലെ കഴുകാൻ വേണ്ടിയിട്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പോണത് നമുക്കൊന്നൊരു ഇനോഗ്രേഷന്, നമ്മുടെ വളാഞ്ചേരി അമേലിയയിൽ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അവരെ റീ ഓപ്പണിങ്ങിൻ്റെ ഇനോഗ്രേഷന് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകണം. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, മുഖം ഒന്ന് വാഷ് ചെയ്തു. പിന്നെ ഇനി നമ്മൾ റെഡി ആവട്ടെ. 3 മണിക്കാണ് ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. എവിടെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ലാസ്റ്റ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പറയാം. അപ്പോൾ നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ ഇടാനുള്ള വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സൊന്നെല്ലാം മുന്നേ ഉള്ള തന്നെയാണ്. ഞാൻ ഈ ചുരിദാർ ഇടാന്നാണ് വിചാരിച്ചിട്ടുള്ളത്.
എനിക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വളകളൊന്നും വലിയൊരു എയിമില്ല, താല്പര്യമില്ല. അതൊരെണ്ണം ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഗ്രീൻ ആയതുകൊണ്ട് ഇതൊരെണ്ണം, പിന്നെ അതിലേക്ക് ഈ ഒരു കമ്മലുമാണ് ഇടാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം റെഡി ആയിട്ട് വന്നിട്ട് കാണിക്കാം. ഡ്രസ്സ് മാറ്റി വന്നിട്ട് പിന്നെ റെഡി ആവുമ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പിൻ്റെ കാര്യം, ഞാൻ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാട്ടോ. നിങ്ങൾ ചേച്ചി എന്ത് മേക്കപ്പാന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ എല്ലാവരും ഒന്നും പറയാറില്ല കേട്ടോ, വെറുതെ പറയുന്നത്. ഞാൻ ചുമ്മാ അങ്ങോട്ട് തള്ളതാണ്. എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാം. അപ്പം നിങ്ങൾക്കും ഒരു സംഭവം എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊക്കെ കാണാമല്ലോ. അപ്പം ഞാൻ വേഗത്തൊക്കെ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് കാണിക്കാം. നല്ല ചൂടാണ്, നല്ല വെയിലാണ്, നട്ടപ്ര വെയിലാണ്. 3 മണിക്കാണ് ഫംഗ്ഷൻ ടൈം വരുന്നത്. നമ്മളൊരു 2:30 കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങും. ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് എത്താമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ വാരി കെട്ടി മേപ്പോട്ട് വയ്ക്കാം. അതാകുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല. എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് താത്തിടാം പോരെ. പിന്നെ ഓടിപ്പോയിട്ടൊന്ന് മേലൊഴുകിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ കുറേ മുന്നേ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഒരു റിസപ്ഷന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നേ. അപ്പോൾ ഇതങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചാൽ അതെനിക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടാൻ മാത്രമുള്ള ഡ്രസ്സുകളൊക്കെ ഈ കാഷ്വലായിട്ട് ഞാൻ ഈ വെട്ടിത്തൊട്ടിയതും പരാഗെന്ന് മേടിച്ച അങ്ങനത്തെയൊക്കെ ഉള്ളൂ. ഇങ്ങനത്തെ 2-3 ചുരിദാറുകൾ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു, കാര്യം വച്ച. പിന്നെ ഞാൻ ആ ഒരു നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യണം, മേക്കപ്പ് എന്നല്ല നിങ്ങൾ പറയുന്ന പോലെ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഐബ്രോ ഒക്കെ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം ഒന്ന് അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കാർമസിയുടെ ഫേഷ്യൽ റൈസറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പുരുക്കൊന്ന് റെഡിയാക്കി പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സൺസ്ക്രീനാണ്, ഫെയർ ആൻഡ് ലവ്ലിയുടെ ആണ്. നാവൊക്കെ ഇതാ തെറ്റിപ്പോണം, അത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗഡർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് എന്താ പറയുക സൺസ്ക്രീൻ ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പൗഡർ വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കൺമഷിക്ക് രാവിലെ തേച്ചതൊക്കെ ഒന്ന് പരന്നായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് വേഗം ഒരു ലിപ് ബാം ഇട്ടു. എന്നിട്ട് ആ രാവിലത്തെ ലിപ്സ്റ്റിക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ. പിന്നെ അടുത്തത് ഇടുമ്പല്ലേ കൂടെ ബോറായിരിക്കും. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ടും പുരുകൊന്ന് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു ഇതായി. എൻ്റെ പുരുകത്തിന് വലിയ കറുപ്പില്ല കേട്ടോ, പക്ഷേ ഞാൻ എഴുതി കൊടുക്കില്ല, എനിക്കിഷ്ടമല്ല. ഞാൻ പുരുക എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഭരതനാട്യത്തിനും തിരുവാതിരക്കളിക്കൊക്കെ പുറപ്പെട്ട പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പുരുകത്തും ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒന്ന് ഫേഷ്യൽ റൈസർ വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കും, അത്ര തന്നെ. പിന്നെ ഞാൻ കണ്ണിൽ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൺപീനിയൊക്കെ ഒന്ന് വിചരമ്പിച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് വൃത്തിക്കും മനക്കി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തു. പിന്നെ മേലെ ഐലൈനർ വെച്ചിട്ട് എഴുതി കൊടുത്തു. ഇത് കണ്ണെഴുതുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാനിങ്ങനെ വർക്ക് ചെയ്യാൻ പോകുന്നിടത്ത് എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ചേച്ചി ഇങ്ങനെ വൃത്തിക്ക് കണ്ണെഴുതണം എന്നുള്ളത്. അതങ്ങനെ എഴുതി ശീലമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എനിക്ക് അതേപോലെ വന്നോളൂ കേട്ടോ. അപ്പോൾ അതെനിക്ക് വലിയ ടാസ്ക്കുള്ള കാര്യമല്ല. അപ്പോൾ കണ്ണെഴുതി ഒരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ ലിപ് ലൈനർ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് ഒരു ഔട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ആ ലിപ്പ് ഒരു കറക്റ്റിൽ നിന്നോളൂ, ഒരു വൃത്തിക്ക് നിന്നോളും. മറ്റേ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരന്ന് പന്തലിച്ച് കിടന്നോളും. ഇത്രയാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒന്നുകൂടെ ബ്രൈറ്റായിട്ട് തോന്നും. അതാണ് നിങ്ങൾ ചേച്ചിയിലെ ഈ മേക്കപ്പാണ്, ഇത്രയും മേക്കപ്പ് എന്താ ഇത്രയും മേക്കപ്പ്. പിന്നെ എൻ്റെ ഫോണിൽ ഇത്രയും കൂടെ ആ ഒരു കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് തോന്നുന്നു. അല്ലാതെ വേറെ ഒന്നുമല്ല, ഇതിൽ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടല്ല ഞാനത് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. അതാ ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ വന്നപ്പോൾ കണ്ടല്ലേ ഇത്തിരി കൂടെ ബ്രൈറ്റ് ആയില്ലേ. അപ്പം അങ്ങനെ പിന്നെ കമ്മൽ ഈ കുഞ്ഞാപ്പി കമ്മൽ മാറ്റിയിട്ട് ഞാൻ ജുമുക്ക ഇടാമെന്ന് വിചാരിച്ചു. അതും കൂടെ ആക്കി ഒന്നുകൂടെ എന്താ വെച്ചാൽ നമ്മുടെ മാല സിമ്പിളല്ലേ, അപ്പോൾ പിന്നെ ആ കമ്മൽ ഇത്തിരി വലുതായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ജിംക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജുമുക്ക. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ കൊടുത്ത് ഒഴിവാക്കി പിള്ളേർക്കൊക്കെ, എന്നാലും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ എൻ്റെ ഇഷ്ടമുള്ളവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഉള്ള ജിമുക്കുകളാണ് സമ്മാനമായിട്ടൊക്കെ തരിക. ഇപ്പോൾ ഏട്ടനൊക്കെ മലയ്ക്ക് പോയി വന്നിട്ട് അവൻ വലിയൊരു ജിമുക്കയാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് അതിനോട് ഇഷ്ടമാണെന്നുള്ളത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ മുടികെട്ടൽ ആകപ്പാടെ ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതിൻ്റെ റെഡിയായി. ഇനി ഈ ഒരു ഷാളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തൃപ്തിയായി. ഇത്രയേ ഉള്ളൂ എന്നല്ല, അപ്പോൾ ഇതാണ് എൻ്റെ ഒരുക്കം പറയുന്നത്. കുന്നനെത്തി കാരണം എനിക്ക് വേറെ ഹെയർ സ്റ്റൈലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വലിയ കടയിൽ മുടി വെട്ടിയിട്ട് ഇങ്ങനെ പരത്തിയിടുമ്പോഴേക്കും അത്രയും പറ്റില്ല. ഇനി ഇവിടുന്ന് നമ്മൾ ഓട്ടോയിൽ കയറി അവിടെ എത്തുമ്പോഴേക്കും വതായിക്കോളും, അത് നോക്കണ്ട. എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ, ഇനി അവിടെ എത്തി ബാക്കി എന്താവുന്നത് അറിഞ്ഞുകൂടാ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ എത്തിയ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ പോണത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പോണത് നമ്മുടെ വളാഞ്ചേരി അമേലിയയുടെ അവർ ഷോറൂം വിപുലീകരിച്ചിട്ട് പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു എന്താ പറയുക ഫംഗ്ഷനിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ എന്നെ വിളിച്ചതിൽ
ഒരുപാട് അമ്മയിലേക്കും അതുപോലെ നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ കാരണമാണ് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടുകാരായാലും പുറമുള്ള ആൾക്കാരായാലും അറിയാൻ തുടങ്ങിയത് കുറേശ്ശെ ആണെങ്കിലും അതിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ദൈവം തമ്പുരാനും നിങ്ങൾക്കും പിന്നെ അമ്മയിലുള്ളവർക്കും. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. 3 മണിക്കാണ് ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. ഇന്നാണ് ഉദ്ഘാടനം. ഇന്നെന്ന് പറഞ്ഞാൽ ജനുവരി 19. നാളത്തെ കഴിഞ്ഞിട്ടാവും ഞാൻ ഈ വീഡിയോ ഇടുക. എന്തായാലും നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ അന്ന് 10% ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷം അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പോകാറുള്ളതാണ്, മുന്നേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ആ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്ത് ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് ഇങ്ങനെ കുഞ്ഞൊരു വാക്കിൽ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അത് കിട്ടുമെന്ന് എനിക്ക് അറിയണം. പക്ഷെ അത്രയും സന്തോഷവും പ്രൗഡും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഞങ്ങളുടെ കൂടെ വേണം. അപ്പം നമുക്ക് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാം. അവിടുത്തെ പുതിയ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അത്രയും സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് വരുന്നവരും ആരും വലിയ പരിചയമില്ല. നമ്മുടെ വളാഞ്ചേരിയിലുള്ള കുട്ടികൾ തന്നെയാണ്, നല്ല അടിപൊളി വ്ളോഗേഴ്സാണ്. അപ്പോൾ അവരൊക്കെ കുറേ എന്നെക്കാട്ടിലും സീനിയോറിറ്റി ഉള്ളവരാണ് കേട്ടോ. ഞാനിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാനാണ് കേട്ടോ ഫസ്റ്റ് എത്തിയത്. മേളവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ വന്നിട്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന പിള്ളേരാണ് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ സീനാണ് ഇവർ രണ്ടാളും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പരിചയപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും, അവരെൻ്റെ അടുത്ത് മിണ്ടു എന്നൊക്കെ ആയിരുന്നു. പക്ഷെ വന്നപ്പോഴും ഭയങ്കര കൂളായിട്ട് എന്താ പറയുക, അത്രയും നല്ല പിള്ളേർ കേട്ടോ. ഐശ്വര്യ, നിച്ചു എന്നാണ് രണ്ടാളുടെ പേര്. നിങ്ങൾക്ക് അറിയണ്ടാവുക. അവരെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ അവരായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുത്തു, പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾക്കൊക്കെ വേണ്ട ഷോർട്സൊക്കെ എടുക്കേണ്ട, പിറ്റേ ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഷോർട്സും കാര്യങ്ങളും വീഡിയോസൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പിള്ളേരൊക്കെ വർത്താനം പറഞ്ഞത്. അതൊക്കെ ഷോപ്പിലെ കുട്ടികളാണ് കേട്ടോ, സീന് കുട്ടികളാണ്. അപ്പുറത്ത് നിൽക്കുന്ന സജിത, ആ കുട്ടിയൊക്കെ നല്ല 3 കുട്ടികളും അടിപൊളിയാണ്. താത്തനെ പറയുകയും വേണ്ട, അത്രയും ഫ്രണ്ട്ലിയാണ്. അതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറോട് ഇടപഴകുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഞാനൊക്കെ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിക്കും, കസ്റ്റമർ സർവീസാണ് ബെസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അത് അവളുടെ സീനാണ് കേട്ടോ. അത്രയാണ് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തന്നിട്ടുള്ളതെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ ഉണ്ട്. എന്നെ പുച്ഛിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്, എന്നെ പിന്നിൽ നിന്ന് കുത്തിയവരുണ്ട്. അവരൊക്കെ കാണുകയെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഭഗവാനോട് 100,000 നന്ദിയാണ്. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ കൂടെ വേണം. എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയണില്ല, അത്രയും സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മളെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.